ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നിസ്സംഗത നിലമ്പൂരിനെ സമ്മാനിച്ചിട്ടുള്ളത് അഴിയാത്ത ഗതാഗത കുരുക്ക്. KNC റോഡിന്റെ നിലമ്പൂർ വെളിയംതോട് ഭാഗത്തെ വ്യാപാരികളും യാത്രക്കാരും ദുരിതത്തിൽ. മഴ പെയ്താൽ ഈ ഭാഗം ഒരു പുഴയായി മാറും. മഴ പെയ്താൽ വെളിയംതോട് ഭാഗത്ത് റോഡിലേക്ക് വെള്ളം കയറും. പിന്നീട് മണിക്കൂറുകളോളം അനുഭവപ്പെടുന്നത് അഴിയാത്ത ഗതാഗത കുരുക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തതോടെ റോഡിന്റെ ഈ ഭാഗം ചെറിയ പുഴയായി മാറി. ഈ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ വ്യാപാരികൾ ചിലർ ഉപജീവന മാർഗമായ കടകൾ അടച്ചിട്ടിരിക്കുകയാണ്. ശേഷം കട ഇപ്പൊ തുറന്നിട്ടില്ല, തുറക്കല്ല പൗരമായ തുറക്കാവുള്ളൂ. പൊടിയും പിന്നെ വെള്ളക്കെട്ട് മാറുന്നില്ല. ഇപ്പൊ മിനിയാന്ന് ഫുള്ളായിട്ട് വെള്ളമാണ്. മിനിയാന്ന് ഇപ്പൊ 2 ദിവസമായിട്ട് അടവ്. ഇതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിലാണെങ്കിൽ വെള്ളം പോകുന്നില്ല. ആ ചന്തകുന്നത്തെ വെള്ളം ഫുള്ളായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയോണ്ട് ഇപ്പൊ വെള്ളം പോകാനുള്ള വഴിയില്ല. അതൊന്ന് തീർത്ത് കിട്ടണം. ഒന്നില്ലെങ്കിൽ അവിടെ ചാലാർ റോഡിന് അവിടെ വെള്ളം തുറന്നു കൊള്ളണം. എന്നാലൊക്കെ നടക്കുള്ളൂ കാര്യങ്ങള്. മറ്റു ചന്തകുന്ന് ഫുള്ളായിട്ട് വെള്ളം ഈ വെളിയന്തോട്ടേക്കാണ് വരുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ ഒഴിഞ്ഞു പോകുന്നില്ല വെള്ളം. നിലമ്പൂരിലെ പ്രധാന വർക്ക്ഷോപ്പുകളെല്ലാം ഈ ഭാഗത്താണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ മഴ പെയ്താൽ വർക്ക്ഷോപ്പുകളിലേക്ക് വെള്ളം കയറും. ചന്തക്കുന്ന് മുതൽ നിലമ്പൂർ താലൂക്ക് ഓഫീസ് വരെയുള്ള KNC റോഡിന്റെ ഭാഗങ്ങളിലാണ് ഓവുചാൽ നിർമ്മാണവും കലുങ്ക് നിർമ്മാണവും നടക്കുന്നത്. പ്രവൃത്തി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ്. 5 കോടി രൂപയ്ക്കാണ് നിലവിൽ പ്രവൃത്തി നടക്കുന്നത്. എന്നാൽ നിർമ്മാണ പ്രവൃത്തിക്ക് നിലവിലുള്ളത് 5ഓളം തൊഴിലാളികൾ മാത്രമാണ്. പണിതിട്ടും ഇവിടുത്തെ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണ്. അന്തർ സംസ്ഥാന പാതയായ KNC റോഡിൽ ഉൾപ്പെട്ട ഈ വെളിയന്തോട് 5 കോടി രൂപയുടെ ഈ പ്രവൃത്തി തുടങ്ങിയിട്ട് 6 മാസത്തിലപ്പമായി. ആകെ പണിതത് 2 കൾവർട്ടും അതിന്റെ കൂടെ ചെറിയ ഡ്രെയിനേജുമാണ്. ഡ്രെയിനേജിന്റെ പണി എവിടെയും പൂർത്തിയാവുന്നില്ല. കഴിഞ്ഞ മഴ പെയ്ത ഒരു മഴ കാര്യമായിട്ട് പെയ്തിട്ടുള്ള ആ മഴയിൽ ഇരുവശത്തുള്ള കടകളിലും വെള്ളം കയറുകയും ചെയ്തു. അതുപോലെ തന്നെ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. നിരവധി വാഹനങ്ങൾ ഇവിടെ കുടുങ്ങി. ഇത്രയും പൈസ മുടക്കിയിട്ട് ഇവിടെ ഇതിനൊരു ഫലപ്രാപ്തിയിലും എത്തുന്നില്ല. ഇതിന്റെ അടിയന്തര നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. പ്രയാസങ്ങൾ ഇതിലെ ആ ഒരു 1-2 മണിക്കൂറോളം ഗതാഗതം തടസ്സം വന്നു. മാസങ്ങളായിട്ട് ഗതാഗത തടസ്സം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ ഇവിടെ വന്ന് കുടുങ്ങുകയാണ്. അതുപോലെ തന്നെ ഈ പരിസരത്ത് ഇരിക്കാൻ കഴിയും, അത്ര വലിയ പൊടിശല്യമാണ്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇതിന്റെ ഈ തൊഴിലാളികൾ ഈ പ്രദേശത്തേക്ക് വന്നിട്ടേ ഇല്ല. നിരവധി സ്ഥലങ്ങളിൽ നമ്മൾ പരാതി പറയുന്നുണ്ട്. പക്ഷെ ആരും തന്നെ ഈ പരാതി സ്വീകരിക്കാനോ കേൾക്കാനോ തയ്യാറാവുന്നില്ല. നിലവിലെ സംവിധാനത്തിലാണ് നിർമ്മാണ പ്രവൃത്തി തുടരുന്നതെങ്കിൽ പണി തീരാൻ കുറഞ്ഞത് ഇനിയും 1 വർഷത്തിലേറെ കാത്തിരിക്കേണ്ടി വരുമെന്ന് സമീപത്തെ വ്യാപാരികൾ പറയുന്നു. 2018-ലും 2019-ലെയും പ്രളയത്തിൽ വെള്ളം കയറി ഏറെ നഷ്ടം വ്യാപാരികൾക്കുൾപ്പെടെ ഉണ്ടായ പ്രദേശമാണിത്. നമുക്കിവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ കൾവർട്ട് ഇത്രയും പൈസ ചെലവാക്കി ഇവിടെ വർക്ക് നടന്നിട്ടുണ്ടെങ്കിലും പക്ഷെ ഒരു പരിഹാരം പഴയ അതേ സ്ഥിതി തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ മഴയത്ത് കാണാൻ സാധിച്ചത്. പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, ചാനലിലും പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു വ്യത്യാസമില്ല. ആ വെള്ളക്കെട്ടിന് അതേ ഒരു പരിഹാരമില്ല. അതായത് വെള്ളക്കെട്ട് പഴയ പോലെ തന്നെ. ഇവിടുത്തെ ആളുകൾ ആശ്വസിച്ചിരുന്നു, കാരണം ഇത് വന്നാലെങ്കിലും ഒന്ന് ശരിയായി കിട്ടുന്നുള്ള ഒരു ആശ്വാസമായിരുന്നു. പക്ഷെ അതേപോലെ തന്നെ വാഹനങ്ങൾ ഇവിടെ ബ്ലോക്കായി തുടങ്ങി. അതേപോലെ തന്നെ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറി തുടങ്ങി. ഉപജീവന മാർഗം നടക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുടെ ഇവിടെ ചെറുകിട വർക്ക്ഷോപ്പുകളും അതുപോലെ തന്നെ കടകളും എല്ലാം ഉണ്ട്. എല്ലാവർക്കും വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പണികൾ മൊത്തം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടുള്ള പണിയാണ്. കാരണം ഇത്രയും കാലമായി തുടങ്ങി കുറച്ച് ഇവിടെ ചെയ്യും, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറിപ്പോവും, പിന്നെ പണിക്കാരുണ്ടാവില്ല. വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇത് എന്തെങ്കിലും ഒരു പരിഹാരം ഉടനെ അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തായാലും ഉടനെ ഉണ്ടായിക്കൊള്ളണം. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രളയം നമ്മളെല്ലാവരും കണ്ടതാണ്. കഴിഞ്ഞ പ്രളയത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അതേപോലത്തെ ഒരു പ്രളയത്തിന്റെ ഒരു കെടുതി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. മഴ ഒന്ന് അറിഞ്ഞു പെയ്താൽ ഇവിടെ മറ്റൊരു പ്രളയത്തിന് ഇടയാക്കും. അന്തർ സംസ്ഥാന പാതയായ KNC റോഡിലാണ് കരാർ കമ്പനിയുടെ ഇഷ്ടത്തിനനുസരിച്ച് പണി ഇഴഞ്ഞു നീങ്ങുന്നത്. തങ്ങളോട് ആരും ചോദിക്കാനില്ലെന്ന തോന്നലാകാം ULCCയുടെ മെല്ലെപ്പോക്കിന് കാരണം. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും വലിയ ദുരിതമാവുകയാണെന്ന് വെളിയംതോടിലെ വ്യാപാരികളും വർക്ക്ഷോപ്പ് ഉടമകളും പറയുന്നു. കലിങ്ക് അശാസ്ത്രീയമായി നിർമ്മിച്ചുകൊണ്ട് അതിൽ കൂടെ വെള്ളം ശരിക്കും പോകുന്നില്ല. അത് വെള്ളം തടഞ്ഞു നിൽക്കുക ചെയ്യുന്നത്. പിന്നെ ആ കലിങ്കിന്റെ നടുക്ക് കൂടെ വലിയൊരു പൈപ്പ് ഉണ്ട്. അതിൽ ചണ്ടി ഒന്ന് അടഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇത് അടയാനാണ് ചാൻസ് കൂടുതൽ. 2018 പ്രളയത്തിന്റെ മുമ്പ് തുടങ്ങിയ പണിയുടെ ബാക്കി പണിയാണ് ഇപ്പൊ എടുക്കുന്നത്. അന്ന് തൊട്ട് തന്നെ പകുതി പണിയെടുത്ത് നിർത്തിപ്പോയതാണ്.
ഓവാലം അന്നൊക്കെ അതേമാതിരി കിടക്കുക തന്നെയാണ്. ഇപ്പോഴൊന്നും ശരിയായ രീതിയിൽ വെള്ളം പോകുന്നില്ല. ദുരിതമാണ്. കടയ്ക്ക് ഒരു വണ്ടി കയറാനുള്ള സൗകര്യം ഇല്ല ഇപ്പോൾ. അന്ന് ഓവാലം തുടങ്ങിയ പണീന്റെ അരിച്ചാലെടുത്തതിന്റെ വർക്ക് കൊണ്ടേ ക്ലിയർ ആവാത്തതിന്റെ പേരിൽ കടയ്ക്ക് വണ്ടികളൊന്നും കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കടേന്റെ അടുത്ത്. ഓവുചാലിന് ഉയരമില്ലാത്തതും ഭാവിയിൽ പ്രശ്നമാകും. മഴ പെയ്താൽ ആംബുലൻസിന് പോലും കടന്നു പോകാൻ കഴിയില്ല. നിലമ്പൂരിൽ നിന്നും കരിമ്പുഴയ്ക്ക് 5 കിലോമീറ്റർ താഴെയാണെങ്കിലും ഇത്രയും കുറഞ്ഞ ദൂരം കടക്കാൻ പലപ്പോഴും 1 മണിക്കൂറാണ് എടുക്കുന്നത്. അധികൃതർ ഇടപെട്ട് കരാർ കമ്പനിയെ കൊണ്ട് അടിയന്തരമായി നിർമ്മാണം പൂർത്തീകരിക്കാൻ ഇടപെടണമെന്നും പാലക്കാടിനോടും നിലമ്പൂർ നായാടംപോയിൽ മലയോര ഹൈവേയോടും കാണിക്കുന്ന മെല്ലെപ്പോക്ക് നയം തന്നെയാണ് വെളിയംതോട് ഭാഗത്തെ കലുങ്ക് നിർമ്മാണത്തോടും ഓവുചാൽ നിർമ്മാണത്തോടും കാണിക്കുന്നതെന്നും വ്യാപാരികൾ പറയുന്നു. A+ വിഷൻ, നിലമ്പൂർ. +2 ശേഷം 100% ജോലി ഉറപ്പാക്കുന്ന ഒരു കോഴ്സ് തിരയുകയല്ലേ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിലേക്ക് ഒരു നല്ല അവസരം ഇപ്പോൾ തുറന്നിരിക്കുന്നു. 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. കോഴ്സ് കഴിഞ്ഞയുടൻ തന്നെ 15,000 രൂപ സാലറിയും ഇന്റേൺഷിപ്പും ഉറപ്പാക്കും. GNM, BSc MLT, DPharm, DMLT, AT&OT, നഴ്സിംഗ്, ANM, ഫാർമസി അസിസ്റ്റന്റ്, ഇമേജിംഗ് ടെക്നോളജി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. SSLC അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ അപേക്ഷിക്കാം. കുറഞ്ഞ ഫീസിന്റെ മാസത്തവണകളിലും പഠിക്കാം. ഓൺലൈൻ ക്ലാസ് ഓപ്ഷനും ലഭ്യമാണ്. കോഴ്സ് പൂർത്തിയാക്കിയാൽ ട്രെയിനിങ് പ്ലസ് പ്ലേസ്മെന്റ് ലഭിക്കുന്ന രീതിയിലാണ് പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നത്. ഹെൽത്ത് കെയർ ഫീൽഡിലേക്ക് ഒരു സെക്യൂർ ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു തുടക്കമാവാം. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം.